ഇനിയിപ്പോൾ അടുത്ത സീസൺ ഇതിൻ്റെയാണ്. അത് കഴിഞ്ഞാൽ BSL എന്ന് പറഞ്ഞിട്ട് കറുപ്പ് മുന്തിരി, കഴിക്കാൻ പറ്റിയ ഒരു കറുപ്പ് മുന്തിരിയാണ്. ഇപ്പം അതിൻ്റെയും ഈ SLൻ്റെ ഒക്കെ സീസൺ ആയി തുടങ്ങി. എത്ര കഷ്ടപ്പാടല്ലോ അതൊക്കെ വെച്ചുണ്ടാക്കാൻ. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം തന്നെ എത്ര ചിലവാലേ. പിന്നെ അതേപോലെ വെള്ളം പോകാനുള്ള പൈപ്പ്, എല്ലാവർക്കും വെള്ളം കൊടുക്കാം. പിന്നെ ഇതേപോലത്തെ പോസ്റ്റ്, എത്ര പോസ്റ്റ് ഒരു തോട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ പോസ്റ്റാണ്. ഇതൊക്കെ ചെയ്യണത് തന്നെ എത്ര പൈസ ചിലവാലേ. എന്തായാലും കൊള്ളാം, എന്തായാലും ഇഷ്ടംപോലെ സാധനമുണ്ട്. നമ്മുടെ കറുപ്പ് മുന്തിരി പോലെയല്ല, ഇതില് കുറേ അധികം ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടുതലായിട്ടൊന്നും എടുക്കണില്ല. ഈ ഒരു തോട്ടം മൊത്തം തന്നെയാണ്. SLൻ്റെ മുന്തിരിയാണ് ഈ കാണുന്നത്. ഈ ഒരു തോട്ടം ഫുള്ളായിട്ട് ഇതാണ്. പിന്നെ ഇതിൻ്റെ ആ സൈഡും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അവിടെയൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് BSL അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് മുന്തിരിയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു തോട്ടമാണ് ഇത്. ഏകദേശം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു തോട്ടം. പഴുക്കട്ടെ, ഇതെന്തായാലും കഴിക്കാനുള്ള ആ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി വരാം. പിന്നെ ഇതിൻ്റെ സൈഡ് വേറൊരു കൃഷി കൂടി, അതും കൂടി ഞാൻ കാണാൻ പറ്റണ്ടല്ലോ അല്ലേ. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള തോട്ടം. ഇതെന്തായാലും ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇത് ചെറിയൊരു വീഡിയോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ തന്നെ ഒരു 2-3 ഷോർട്സും അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ മുന്തിരിൻ്റെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ആരെങ്കിലുമൊക്കെ തെറി വിളിക്കും. അത് കാരണം ഞാനിനി അധികം വലുതാക്കിയിട്ട് ചെയ്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജ്യൂസ് മുന്തിരി കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ SL കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്താണ്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതിനും വെച്ച് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കേ.